ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇടിച്ചക്ക തോരൻ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ആദ്യത്തെ ചക്ക കിട്ടിയിട്ടുണ്ട്. ഇത് പഴുത്ത ചക്കയല്ലാട്ടോ കിട്ടിയിരിക്കുന്നത്, പച്ച ചക്കയാണ്. അപ്പം ഞങ്ങൾ ഇത് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ചക്ക തോരനും ചക്ക പഴുത്താലൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഇത് മുറിക്കാനാണ് ഏറ്റവും വലിയ ടാസ്കും പാടെന്ന് പറഞ്ഞാൽ. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇത് ചക്ക മുറിക്കാനൊക്കെ. അപ്പം പഴുത്ത ചക്കയെക്കാട്ടും ടഫ് എന്ന് പറയുന്നത് ഈ പച്ച ചക്കയില്ലേ, ഇടിച്ചക്ക, അത് മുറിക്കാൻ കേട്ടോ കൂടുതൽ പാട്. അപ്പോൾ അതാ ഞങ്ങൾ ചക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കുകയാണ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ ഈ ഇടിച്ചക്ക തോരൻ എന്ന് പറയുന്നത് നമുക്ക് ചോറിന് മാത്രമല്ല കേട്ടോ, നമുക്ക് ഈവനിങ് ചായക്കായാലും, ഞങ്ങളൊക്കെ ഇവിടെ ചായക്കായാലും ഈ തോരൻ വെറുതെ കഴിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നമുക്കത് ചക്ക മുറിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. പിന്നെ നമ്മുടെ ഈ ചക്ക അധികം കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1-2 വെള്ളത്തിൽ മാത്രം കഴുകിയാൽ മതി. നമ്മളിപ്പോൾ എന്താ ഇതിൽ നമ്മുടെ ചക്കയിൽ കളയാനായിട്ടൊന്നുമില്ല. നമ്മുടെ ആ നടുക്കുള്ള സാധനം മാത്രം കേട്ടോ, അത് നമ്മൾ നേരത്തെ വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ അതിനുശേഷം ഞാനത് ചക്ക ഒരു കുക്കറിലിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെക്കുക കേട്ടോ. ഇത് ആവശ്യത്തിനുള്ള പിന്നെ വെള്ളവും ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക കുക്കറിൽ വേവുന്ന സമയം കൊണ്ട് ഞാൻ ഇതിലോട്ട് വേണ്ട ബാക്കി സാധനം കൂടി എടുത്തു വച്ചിരിക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, വറ്റൽമുളക്, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. അപ്പോൾ അതാ നമ്മുടെ ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാത്രം നമ്മുടെ ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. പാത്രം ചൂടായി വരുമ്പോൾ നമുക്കതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ കടുക് മണി ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം കടുക് നന്നായി പൊട്ടട്ടെ കേട്ടോ. അപ്പം എന്താ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ്, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഉഴുന്നിൻ്റെ കുറച്ച് ഒരു ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഉഴുന്നും കടുകും നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ വെളുത്തുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഒരു തവി ഉപയോഗിച്ച് നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഇടാനുള്ളത് വറ്റൽമുളകാണ്. അപ്പോൾ ഞാനിപ്പോൾ വറ്റൽമുളകും കൂടി ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇടിച്ചക്കയില്ലേ, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മെല്ലെ മെല്ലെ ഒന്നും പുറത്ത് പോവാതെ നന്നായിട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അത് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാനുണ്ട്. അടിയിലുള്ളതൊക്കെ നമ്മുടെ മുളകും കറിവേപ്പിലയും കടുകും ഒക്കെ നന്നായിട്ട് നമ്മുടെ ഇടിച്ചക്കയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് മുളക് പൊടിയാണ്. ഞാനിവിടെ 1.5 സ്പൂൺ മുളക് പൊടിയാട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു മൂട് ഉപയോഗിച്ച് അടച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം കേട്ടോ. എല്ലാ ഭാഗവും ഒരേപോലെ ആയതിനു ശേഷം നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. നമ്മുടെ ഇടിച്ചക്കയും പിന്നെ അതിൻ്റെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടാനാട്ടോ ഞാൻ മൂടി വെച്ചൊന്ന് അടിച്ച് കുറച്ച് വേവിച്ചത്. ഇതിൽ വേവാനായിട്ടൊന്നുമില്ല. നമ്മുടെ ഇടിച്ചക്ക നമ്മൾ ഓൾറെഡി വേവിച്ചതാണ്. പിന്നെ നമ്മുടെ അതിലൊക്കെ ആഡ് ചെയ്ത അതും നമ്മൾ നല്ലത് മൂപ്പിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായി കിട്ടാനാട്ടോ ഞാനൊന്ന് കുറച്ച് സമയം കൂടി മൂടി വെച്ച് വേവിച്ചത്. അപ്പോൾ അത് ലാസ്റ്റായിട്ട് നമുക്കിതിലോട്ട് ചേർത്തത് തേങ്ങയാണ്. അപ്പോൾ അതാ നമ്മൾ തേങ്ങയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല, പക്ഷെ ഞങ്ങളിവിടെ ഇങ്ങനെയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.